ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് December 26 ആണ്. എണീച്ച് ഫ്രഷായി പഠിക്കുമ്പോൾ ടൈം 6:34 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡും ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ആൽഡിഹൈഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മുന്നത്തെ വ്ളോഗ് മാതിരി നമ്മൾ ഇടയിൽ ബ്രേക്ക് എടുക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇനി അങ്ങോട്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൻ്റെ കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്യാമെന്ന് വെച്ചു. അത്യാവശ്യം ലെങ്തി ചാപ്റ്ററാണ്, ടൈം കൺസ്യൂമിങ് ആണ്. കുറച്ച് ബാക്കിയുള്ള എല്ലാ ഓർഗാനിക് ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഈ ചാപ്റ്ററിലാണ് കൂടുതൽ കണ്ടൻ്റ് ഉള്ളത്. നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കുകയും ചെയ്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ 9:10 കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺസെപ്റ്റൊക്കെ കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരു 9:50 ആയപ്പോൾ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ്, എങ്ങനെ പോയാലും ഒരു 12:45 മാക്സിമം അതിൻ്റെ ഉള്ളിൽ തീർക്കണം. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകണം. പള്ളിയിൽ 1 മണിക്കാകുമ്പോൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 1:30 ഒക്കെ ആകുമ്പോൾ 1:30, 2, 1:45 ആകും കഴിയുമ്പോൾ. അപ്പോൾ അത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പൊതുവേ ഈസിയാണ്. പക്ഷേ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം കുറച്ച് ബോയിലിംഗ് പോയിൻറ്റ് കണ്ടുപിടിക്കുന്നതാണെങ്കിലും അസിഡിറ്റി കണ്ടുപിടിക്കുന്നതാണെങ്കിലും പിന്നെ കുറേ ടെസ്റ്റ് ഉള്ള കാരണം കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ഫസ്റ്റ്. പിന്നെ സെറ്റായി. അങ്ങനെ പിന്നെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് ആയപ്പോൾ ഞാനൊരു ലാസ്റ്റ് ഒരു 7-8 ക്വസ്റ്റ്യന് പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ് ചെയ്തത്. വലിയ എഫേർട്ട് ഇട്ട് ചെയ്തില്ല. കാരണം ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടൈം ഏറെക്കുറെ 12:42 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളി കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2:40 ആയിട്ടുണ്ടായിരുന്നു. മാത്സിൽ ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് മുമ്പായതുകൊണ്ട് ഒരു മൈൻഡിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു 2 മണിക്കൂർ ക്ലാസ് പെട്ടെന്നൊരു 1.5 ഇട്ടിട്ട് കണ്ടു തീർത്തു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ കഴിയുമ്പോൾ ടൈം ഏറെക്കുറെ 5:22 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് നമ്മൾ ലെസണൊന്ന് റിവൈസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കവറായി പോയിട്ടുണ്ട്. PYQ അതും കുറച്ച് സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 ആയപ്പോഴാണ് PYQ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. PYQ ചെയ്യുമ്പോൾ ഞാൻ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിന് ജസ്റ്റ് അതിൻ്റെ ക്ലാസ്സിനോട് റെഫർ ചെയ്യാൻ വെച്ചു. ഞാൻ സെൽഫായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു തുടക്കത്തിൽ ഒരു 4-5 ക്വസ്റ്റ്യന് അവരെ ഇതുകൊണ്ട് ആ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്തു പോയത്. പിന്നെ ഉള്ളതൊക്കെ ഞാൻ സെൽഫായിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ അതിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ ഇടയിൽ വരുമ്പോൾ സ്റ്റക്കാവും. അതെന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ കോൺസെപ്റ്റ് കുറവാണ്. പക്ഷേ നമ്മൾ ആ ഓപ്ഷനിലേക്ക് എത്തിക്കുന്നതിലാണ് നമ്മുടെ കഴിവ് എന്നൊക്കെ പറയാം, മിടുക്ക് എന്നൊക്കെ പറയാം. അതായിരുന്നു കുറച്ച് ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ. അല്ലാണ്ട് പ്രത്യേകിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് എത്തിക്കുന്നതിലാണ് ലാഗായി പോയത്. പിന്നെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് NCERT ടൈപ്പ് അല്ലാന്ന് സാറ് പറഞ്ഞു. അതും അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് കാണാനിടയായി. അങ്ങനെ 2025-ലും 2024-ലെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും പെൻഡിങ് ഉണ്ടായിരുന്നു. 4-5 ക്വസ്റ്റ്യൻസ് അതും പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടൈം 8:04 ആയപ്പോൾ നമ്മുടെ PYQs ചെയ്ത് കഴിഞ്ഞ് ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇന്ന് തൊട്ട് ജിമ്മിന് പോകുമ്പോൾ ടൈം എത്ര പോകുന്നുണ്ടെന്ന് അറിയണം. പിന്നെ അത് കഴിഞ്ഞ് നാളെ അതിനനുസരിച്ച് ടൈം മാക്സിമം കുറക്കണം. ഇന്ന് ഇറങ്ങുമ്പോൾ 8:21 ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ജിമ്മ് empty ആണ്, അധികം ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അടിച്ച് പോരാനും നല്ല ഫീലാണ്. പിന്നെ അത് കഴിഞ്ഞ് ജിമ്മൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ 10 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചൊരു 10:15 ആകുമ്പോൾ PYQ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. PYQ 2024-ലെ 4-5 ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2023-ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2022-ലെ ക്വസ്റ്റ്യൻസ് വരെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീക്കേണ്ടതുകൊണ്ട് പിന്നെ കിടന്നുറങ്ങി. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പിന്നെ ഓൾമോസ്റ്റ് സെറ്റായ മാതിരി തോന്നി. ഇനി ടൈം കിട്ടുമ്പോൾ ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.